അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓട്സ് പുട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റൻറ്റ് ഓട്സ് അല്ല എടുത്തിരിക്കുന്നത്. ഇതുപോലെയുള്ള റോൾഡ് ഓട്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് കുറച്ചുകൂടി നല്ലത് റോൾഡ് ഓട്സ് എടുക്കുന്നതാണ്. അപ്പോൾ അതിന് ആവശ്യത്തിന് എടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പൊടി പോലെ തന്നെ കിട്ടും. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ചേർത്തിട്ട് നന്നായി അങ്ങ് കുഴച്ചെടുക്കുക. ഈ കുഴക്കേണ്ട സമയത്ത് വേണമെങ്കിൽ കുറച്ച് തേങ്ങയൊക്കെ ചേർക്കാം കേട്ടോ. അധികം അങ്ങ് വെള്ളം ആക്കേണ്ട ആവശ്യം വരില്ല. കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്തിട്ട് നമ്മൾ കുഴച്ചെടുത്താൽ മതി. ഇനി നമ്മുടെ പുട്ടുംകുറ്റിയിൽ അങ്ങ് നിറയ്ക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ ഓട്സ് പുട്ട് പെട്ടെന്ന് റെഡിയാവും കേട്ടോ. പുട്ടെന്ന് തന്നെ നമ്മുടെ കേരളീയരുടെ ദേശീയ ഭക്ഷണമാണല്ലോ. എന്താണെങ്കിലും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാ ദിവസവും അരിപ്പുട്ടും ഗോതമ്പുട്ടും കഴിക്കാതെ ഇതുപോലെ ഓട്സ് പുട്ടൊക്കെ ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്ക് കേട്ടോ. അടിപൊളി ടേസ്റ്റുമാണ്. കുറച്ച് തേങ്ങയൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഓട്സ് പുട്ടും കടലക്കറിയോ ഓട്സ് പുട്ട് പയറുകറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കോമ്പിനേഷനിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. ഡിന്നറായിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത്.